ഗാർഡൻ ലൈഫ് മൈ ലൈഫിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ടെക്സസിൽ ഇവിടെ ഹ്യൂസ്റ്റണിൽ അപ്രതീക്ഷിതമായിട്ട് വളരെ ശക്തിയേറിയ അതിശൈത്യം ഇവിടെ ഉണ്ടായായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ വളരെയേറെ പ്ലാനുകളെല്ലാം ആകെപ്പാടെ മറഞ്ഞുപോയി. നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ വീടിൻ്റെ മുൻഭാഗമാണത്. ഞാൻ നേരത്തെ ഇതെല്ലാം തന്നെ പിക്ചേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വീടത്തെ ഫ്രണ്ട് ഗാർഡൻ്റെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഇതെങ്ങനെയായിരുന്നു കിടന്നതെന്ന്. ഇതിപ്പം പെട്ടെന്ന് ഈ ഐസെല്ലാം കൂടെ വീണ്, അതായത് സ്നോയാണ്, ചെറുതായിട്ട് വീഴുന്ന സ്നോ നമുക്കധികം ഈ വീഡിയോയിൽ കാണാനില്ല. പക്ഷേ വീടിൻ്റെ ഫ്രണ്ടിലും വീടിൻ്റെ ഡ്രൈവ് വേയിലും ഈവൻ റോഡിലും എല്ലാം തന്നെ വളരെ ചെറുതായിട്ടാണല്ലോ ആ ഐസ് വീണ് അതങ്ങ് ഹാർഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ലായിരുന്നു. ഇവിടുത്തെ ഞങ്ങൾ ടെക്സസിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വെതർ അത്ര പരിചയമുള്ളതല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ കാറുകളൊന്നും ഇതിനു വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൻ്റെ ടയറൊന്നും ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. കണ്ടില്ലേ, ഇതിനകത്ത് എൻ്റെ മക്കളാണ്, അവരത് ഉള്ള സമയം ഇത് എൻജോയ് ചെയ്യുകയാണ്. അവരവിടെയുള്ള ഐസൊക്കെ വളരെ ചെറുതായിട്ടുള്ള ഐസും അതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പാക്കാൻ നോക്കുകയാണ്. കൂട്ടി വെച്ചിട്ട് ഒരു സ്നോമാനെ ഉണ്ടാക്കാനാണ് അവരുടെ ശ്രമം. ഒരു കുറേ കിട്ടുന്നതെല്ലാം തന്നെ വാരി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി നീക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തുമാത്രം ഇത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, അവരത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ടെക്സസിൽ ഞങ്ങൾക്ക് അത്ര സാധാരണമായിട്ടുള്ള ഒരു സുപരിചിതമായിട്ടുള്ളൊരു കാലാവസ്ഥയല്ലായിരുന്നു. ഇതിന് കാരണം അങ്ങ് ആർട്ടിക്കിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള കോൾഡ് എയർ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്നര ആഴ്ച മുമ്പായിട്ട് ഇവർ പറഞ്ഞിരുന്നു ഇത് വരുമെന്ന്. പക്ഷേ എങ്കിലും ആരും ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഗവർണർ ഇതിനെ പ്രകൃതിക്ഷോഭത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഈ വീട് നഷ്ടവും അങ്ങനെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ വന്നിട്ടുള്ളവർക്ക് അതിൻ്റെ സഹായം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിങ്ങനെ സംഭവിച്ചപ്പോൾ ഒത്തിരി ആൾക്കാർ, മില്യൺസ് ഓഫ് ജനങ്ങൾക്കാണ് കറണ്ട് ഇല്ലാതായത്. അതുപോലെ തന്നെ വെള്ളവും ഒത്തിരി പേർക്കില്ലായിരുന്നു. കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു 3-4 ദിവസത്തേക്കൊക്കെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഇത്രയും വലിയ ഇത്രയും ഐസും ഇത്രയും തണുപ്പാകുമ്പം ഞങ്ങളുടെ ടെക്സസിലെയൊക്കെ വീടുകൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഹ്യൂസ്റ്റണിൽ ഞങ്ങളുടെ വീടുകളൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഇലക്ട്രിസിറ്റി വഴിയായിട്ടാണ് ഞങ്ങളുടെ AC-യും അതിനകത്ത് ഹീറ്ററും വർക്ക് ചെയ്യുന്നത്. അപ്പം കറണ്ട് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഹീറ്ററും വർക്ക് ചെയ്യത്തില്ല. അപ്പം വീടിനകത്ത് അത്രയും നേരമുള്ള ആ ഒരു ടെമ്പറേച്ചർ കുറേ നേരത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യും. കുറേ മണിക്കൂറുകളും അല്ലെങ്കിൽ ഒരു 18 hours 24 hours ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആ ടെമ്പറേച്ചർ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് നല്ലപോലെ തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുറേ വീടുകൾക്കൊക്കെ ഈ ഫയർ പ്ലേസ് ഉണ്ടെങ്കിലും എല്ലാവർക്കും അതൊരു ഷോ പീസായിട്ടുള്ളതാണ്. ആരും തന്നെ അത് ഇതുവരെ കത്തിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ ആരുടെയും കാണുന്നതിൻ്റെ വുഡ് കാണത്തില്ല, അല്ലെങ്കിൽ അത് കത്തിക്കാനുള്ള വേറെ ആവശ്യമുള്ള സാമഗ്രികളൊന്നും തന്നെ ആരുടെയും കാണത്തില്ലായിരുന്നു. അതും ഈ തണുപ്പ് കൂടാനായിട്ടൊരു കാരണമായി. വീട്ടിനകത്തൊക്കെ സ്റ്റക്കായി പോയവർക്കും കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഹൈപ്പോതെർമിയ വന്ന് ഈവൻ മരിക്കുക വരെ ചെയ്തു, അത്രയും ടെമ്പറേച്ചർ ലോ ആയി പോയതുകൊണ്ട്. പിന്നെ വെള്ളമില്ലെങ്കിലും അതിലും വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോ. പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ ബോയിലിംഗ് വാട്ടറിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ബോയിലിംഗ് വാട്ടറിൻ്റെ ഇഷ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ ഈ ടെക്സസിൻ്റെ ഹിസ്റ്ററി, ഇവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രയും വലിയ ഒരു ഡ്രോപ്പൊക്കെ ഉണ്ടായത്, നല്ലപോലത്തെ ഇത്രയും അതിശക്തമായൊരു ശൈത്യം ഉണ്ടായത്. 1989 നിന്നാണ്, 1989. ഇതിപ്പം ഹ്യൂസ്റ്റണിൽ ഇത്രയും വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും ഇങ്ങനെ ഒരു സംഭവിച്ചത്. ഇപ്പം ഹ്യൂസ്റ്റണിൽ ഞങ്ങൾക്ക് ആ സമയത്തുള്ള ടെമ്പറേച്ചറൊക്കെ -11 ഡിഗ്രി, -11 ഫാരൻഹീറ്റിലൊക്കെ ആയിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. പുറത്തോട്ടൊന്നും നമുക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റുകയില്ലായിരുന്നു. അപ്പം കാണാൻ ചെടികളുടെ ചുവട്ടിലും എല്ലായിടത്തും തന്നെ ഇഷ്ടംപോലെ ഐസ് വീണിരിക്കുകയായിരുന്നു. ഈ സൈഡിൽ ഇപ്പോൾ ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഞാനവിടെ നമ്മുടെ ഒരു പടുത പോലത്തെ ഒരെണ്ണം ബെഡ് ബാത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇട്ടായിരുന്നു. പിന്നെ ഞാനിതൊരു നവംബറിൽ ഒരു തണുപ്പൊക്കെ വരികയാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ ഈ കാണുന്ന ഒരു പച്ച അത് കാണുന്നില്ലേ, അതിന് ഫ്രോസ്റ്റ് ബ്ലാങ്കറ്റ് എന്നാണ് പറയുന്നത്. അത് ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കോൾഡ് ഫ്രണ്ട് വരുന്നുണ്ട്, ഇത്രയും തണുപ്പ് വരുന്നുണ്ടെന്ന് കേട്ട് ഞാൻ കടയിൽ ഒരെണ്ണം കൂടെ മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും അതെല്ലാം ഓൾറെഡി തീർന്നായിരുന്നു. പിന്നെ അതുപോലെ ആരും ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് സാധനങ്ങൾക്ക് അത്രയും ലഭ്യതയും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ചെടികളെയൊക്കെ ഞാൻ ഈ ബ്ലാങ്കറ്റ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഏറ്റവും വലിയ അപ്പോൾ ഞാൻ ഇത്രയും ചെടിയും കഴിഞ്ഞ വർഷം ഒത്തിരിയെല്ലാം വളർത്തിയിട്ട് എനിക്ക് തന്നെ അറിയില്ല, അതുകൊണ്ട് ഈ വർഷം ഏതൊക്കെ ചെടികൾ കിളുത്ത് വരുമെന്ന്. ബാക്കിൽ കുറേ പെരിനിയൽസ് ഉണ്ട്, അതുകൊണ്ട് കുറേ ഈ തണുപ്പിനും ഇത്രയും തണുപ്പൊക്കെ ആയാലും കിളുക്കാവുന്നതുണ്ട്. ഫ്രണ്ടിലത്തത് എനിക്കറിയില്ല, ഫ്രണ്ടിൽ കുറേ ചെത്തിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്തുമാത്രം കോൾഡ് ടോളറൻ്റ് ആണെന്നുള്ളത്. സാധാരണ ഒരു നല്ലൊരു തണുപ്പൊക്കെ വന്നാൽ അത് പോകാവുന്നതാണ്. അതുകൊണ്ട് എനിക്കറിയില്ല എൻ്റെ ഏതൊക്കെ ചെടികളാണ് തിരിച്ചു വരുന്നതെന്ന്. നിങ്ങൾ കണ്ടില്ലേ, ചട്ടിക്കകത്ത് എല്ലാം ഐസാണ്. അവിടെ ഓറഞ്ച് ട്രീ ഉണ്ട്, എല്ലാം തന്നെ മുഴുവൻ തന്നെ ഐസാണ്. അതുകൊണ്ട് ഇത്രയും ഐസിനകത്ത് നിൽക്കുമ്പോൾ കുറേ എല്ലാം തന്നെ അത് സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവുണ്ട്. പിന്നെ ഈ ചില ചെടികൾ ഈവൻ ഈ സാധാരണ ഈ ഐസ് വീണ് കഴിഞ്ഞാലും പിന്നെ ഐസ് വീണ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലയൊക്കെ അന്നത്തെ ദിവസം കാണുമ്പോൾ നന്നായിട്ടിരിക്കും, പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതൊരു ബേൺ ആയ പോലെ, നമ്മൾ കണ്ടിട്ടില്ല ചില ചേമ്പിൻ തണ്ടൊക്കെ ഇങ്ങനെ വാടിത്തടന്ന പോലെ, അതുപോലത്തെ ഒരു സ്റ്റേജിലോട്ടാണ് അത് പിന്നെ ആകുന്നത്. പിന്നെ ചില റോസസൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞ് അതിൻ്റെ തണ്ടെല്ലാം അങ്ങ് ഒരു ബ്രൗൺ കളറിലായി, അങ്ങ് ഒരു കരിയാൻ പോകുന്ന പോലത്തെ അവസ്ഥയിൽ. പക്ഷേ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇവൻ ഒരു 6 വീക്സ് കൊണ്ട് ഇത് കഴിഞ്ഞിട്ട്, ഇതിപ്പം ഞങ്ങൾക്ക് ഇവിടെ സംഭവിച്ചത് ഫെബ്രുവരി 15-നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കൊരു ഓൾമോസ്റ്റ് 4 വീക്സ് ആയി. എനിക്കറിയാം കുറേ ചെടികളൊക്കെ എനിക്ക് കിളുത്ത് വരുന്നുണ്ട്, ഫ്രണ്ടിലത്തൊന്നും ഏതൊക്കെയാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാലേ അറിയുള്ളൂ എന്തൊക്കെ കിളുത്ത് വരും, എന്തൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ പിന്നെ തരുന്നതാണ്. അപ്പോൾ എൻ്റെ ഇത് കണ്ട് ഞങ്ങളുടെ പൂളിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ, പൂളിൻ്റെ ആ സൈഡിലെല്ലാം നിറയെ അതും വെള്ളം ഐസായിരുന്നു. അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹാവ് എ ബ്ലെസ്ഡ് ഡേ. താങ്ക് യു.